മഹേഷേ. ഉം ശംഭു വിളിക്കുമ്പോൾ മഹി ഒന്ന് മൂളി. ഇനി എന്താ തീരുമാനം? ഇവിടെ കോളേജിൽ ചേർക്കുന്നു. പിന്നെന്താ, അവൾ പഠിക്കട്ടെ, പഠിച്ചൊരു ജോലിയൊക്കെ വാങ്ങട്ടെ. അത് പറയുമ്പോൾ മഹിയുടെ ശബ്ദം നേർത്തു. എടാ, കൊച്ചിന് ഇപ്പോഴും ആ സിദ്ധാർത്ഥിനോട് താല്പര്യമുണ്ടോ? അറിയില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. ഇനി ചോദിക്കുമ്പോ അതേന്നാണ് ഉത്തരമെങ്കിൽ എനിക്കത് താങ്ങാൻ പറ്റില്ലടാ. നിറഞ്ഞ മിഴികൾ ശംഭു കാണാതിരിക്കാൻ മഹേഷ് മുഖം കുനിച്ചു കളഞ്ഞു. പിന്നെ എന്ന് ഇതൊക്കെ മനസ്സിൽ കൊണ്ട് നടന്ന് വേദനിക്കാൻ പോവാണോ നീ? ഏയ്, അതൊന്നുമില്ല. അവളുടെ സന്തോഷം അതെന്താണോ അത് ഞാൻ നേടിക്കൊടുക്കും. അല്ലാതെ പിടിച്ചു വെക്കാൻ നോക്കില്ല ഞാൻ. എടാ, നിന്റെ എത്ര വർഷത്തെ പ്രണയമാണ് അവള്, നിന്റെ പൊന്നൂട്ടി. അപ്പോ നിനക്ക് തുറന്നു പറഞ്ഞൂടെ അവളോട്? പറയും. അവളെ ഉള്ളിൽ സിദ്ധാർത്ഥില്ലെന്ന് എനിക്ക് മനസ്സിലാകുന്ന അന്ന് ഞാൻ അവളോട് തുറന്നു പറയും. അവളുടെ ശ്രീയമ്മയുടെ വാക്കുകളിൽ കൂടെ അവളെ കണ്ട, അവളെ പ്രണയിച്ച, അവള് പോലും പറയാതെ അവളെ കാണാൻ പോയി അവളുടെ മഹിയേട്ടന്റെ പ്രണയം അന്നേ അവൾ അറിയും. അത് മതി ശംഭു. പിന്നെയും ഏറെ നേരം സംസാരിച്ചതൊക്കെ ഇരുന്നു. സന്ധ്യയോടെയാണ് മഹിയും ഗൗരിയും വീട്ടിലേക്ക് മടങ്ങിയത്. മഹിയേട്ടാ, ഒരു കാര്യം അറിയോ? പറയട്ടെ? അത് ചോദിക്കാനുണ്ടോ? പറയേ. നിനക്ക് പറയാനും നിന്നെ കേൾക്കാനും ഞാനല്ലേ നിന്റെ മഹിയേട്ടൻ. പറയടി. മഹിയുടെ സംസാരത്തിൽ അവൻ പോലും പറയാതെ പ്രണയം നിറഞ്ഞു. അതുണ്ടല്ലോ. ചേച്ചിയുടെ വറ്റിൽ കുഞ്ഞുവാവ അനങ്ങി. ആണോ? ഞാൻ തൊട്ടു നോക്കി. എന്റെ കയ്യിൽ കുഞ്ഞുവാവ ചവിട്ടി. ഏ, സത്യാണോ ഇതൊക്കെ? മഹി ചിരി കടിച്ചു പിടിച്ച് ചോദിക്കെ ഗൗരി അവന്റെ കൈവിട്ട് പിണങ്ങി നടന്നു. കളിയാക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. അയ്യേ എന്റെ ഗൗരിയെ, ഞാൻ കളിയാക്കോ? ഞാനേ ചുമ്മാ ചിരിച്ചതാണ്. സത്യം ആണ്, സത്യം. അവള് പറഞ്ഞതുപോലെ മഹിയും പറഞ്ഞു. ആ, ബാക്കി പറയേ. വാവ ചവിട്ടിയിട്ട്? മഹി അവളെ നോക്കി വീണ്ടും ചോദിച്ചു. ബാക്കിയില്ല. അപ്പോഴേക്കും കുഞ്ഞുവാവ ഉറങ്ങി. പോ അവിടുന്ന്. വീടിന്റെ മുന്നിലെത്തിയതും പറഞ്ഞിട്ട് പെണ്ണ് വീട്ടിലേക്ക് ഓടിക്കറി. ഗൗരിയെ, നാളെ വെളുപ്പിനെ റെഡി ആവണേ. അവളോട് വിളിച്ചു പറഞ്ഞിട്ട് മഹി അവന്റെ വീട്ടിലേക്ക് പോയി. ആ രാത്രി ശ്രീയമ്മയുടെ ചൂടും പറ്റി വലിയ ആലോചനയോ സങ്കടമോ ഇല്ലാതെ ഗൗരി ഉറങ്ങി. പിറ്റേന്ന് വെളുപ്പിന് തന്നെ ഗൗരിയും മഹേഷും TC വാങ്ങാനായി കോളേജിലേക്ക് പുറപ്പെട്ടു. ടീച്ചർ വന്നില്ല. ടീച്ചറെ, ഡാൻസ് ക്ലാസ് ഇന്നു മുതൽ വീണ്ടും തുടങ്ങുവാണ്. ഗൗരി, എന്തൊന്നും മിണ്ടാതിരിക്കുന്നേ? എന്തെങ്കിലും പറയടോ, ഇല്ലെങ്കിൽ നമുക്ക് രണ്ടാൾക്കും ബോറടിക്കില്ലേ? ഞാൻ ഇങ്ങനെ ഓരോന്നും ഓർത്തിരുന്നാണ് മഹിയേട്ടാ. മഹിയേട്ടൻ എവിടെയാ പഠിച്ചത്? ഞാനിനി പഠിക്കാൻ പോകുന്ന കോളേജിലാണോ? ഡിഗ്രി അവിടെയാ. പിന്നെ MBA ഒക്കെ ബാംഗ്ലൂരിലാണ് പഠിച്ചത്. അപ്പൊ ബാങ്കിൽ ജോലി കിട്ടിയപ്പോ മുതൽ ഇവിടെ തന്നെയാണോ? അല്ലടാ, ആദ്യം കോഴിക്കോടായിരുന്നു. ഇപ്പോ ഇവിടെയായിട്ട് 1 വർഷം ആകുന്നേ ഉള്ളൂ. ശംഭുച്ചേട്ടന് കൃഷിപ്പണി ആയതുകൊണ്ടാണോ മഹിയേട്ടാ വസു ആന്റിക്ക് ഇഷ്ടമല്ലാത്തത്? അതും ഒരു കാരണമാണ്. പിന്നെ അവനും അച്ഛനും അമ്മയില്ല. അപ്പോ ഒരാവശ്യം വന്നാൽ ആരുണ്ട്? ഇതൊക്കെയാണ് ആന്റിയുടെ ചോദ്യം. പക്ഷെ സൗമിക്ക് ശംഭുവിനോ പിരിയാനും പറ്റില്ല. ഒടുവിൽ നിന്റെ ശ്രീമ കട്ടയ്ക്ക് നിന്നും. എന്തു വന്നാലും സൗമ്യയും ശംഭുവിനും എന്നും. പിന്നെ അന്ന് ഇന്നും മോഹനൻ മാമയ്ക്ക് വസു ആന്റി എതിർക്കാൻ കഴിയാറില്ല. അതെനിക്ക് തോന്നി. അതുകൊണ്ടാവും ജോലിയുടെ പേരും പറഞ്ഞ ആള് വല്ലപ്പോഴും വന്നു പോകുന്നത്. ആഹാ, ഞാൻ വിചാരിച്ച പോലെയല്ല. എന്റെ ഗൗരിക്കിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാകും അല്ലേ? ഒരു ചിരിയുടെ മഹേഷ് ചോദിക്കുമ്പോൾ ഒരു ചമ്മലോടെ ഗൗരി മുഖം കുനിച്ചു. ഇടയ്ക്കിറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അതും ഗൗരിക്ക് ഇഷ്ടപ്പെട്ട നെയ് റോസ്റ്റ് തന്നെ ഓർഡർ ചെയ്തപ്പോൾ അത്ഭുതത്തോടെ അവൾ മഹേഷിനെ നോക്കി. എന്തേ, ഇഷ്ടാണല്ലോ ഇത്? വയറ് നിറയെ കഴിക്കും. എനിക്ക് ഇത് ഇഷ്ടായകൊണ്ട് എപ്പോ എന്നെ പുറത്തു കൊണ്ടുപോയാലും എന്റെ കല്യാണി എനിക്കിത് വാങ്ങിത്തരും. മഹിയേട്ടന് എങ്ങനെ മനസ്സിലായി എനിക്കിതാണ് ഇഷ്ടമെന്ന്? അതോ എന്റെ ഗൗരിക്കുട്ടിക്ക് എന്താണ് ഇഷ്ടമെന്നൊക്കെ ഇഷ്ടമല്ലെന്നൊക്കെ എനിക്ക് കാണാപ്പാടല്ലേ? ആണോ? കല്യാണി ശ്രീയമ്മയോട് പറഞ്ഞത് മഹിയേട്ടൻ അറിഞ്ഞെന്ന് മനസ്സിലായി കേട്ടോ. പറഞ്ഞിട്ട് മഹിയെ നോക്കി കൊഞ്ചി ചിരിച്ചു പെണ്ണ്. ദൈവമേ, ഈ പെണ്ണ് ഇങ്ങനെ ഓരോ നിമിഷവും മുന്നിൽ നിറയുവാണല്ലോ. ഇനി ഇവിടെ ഇല്ലായ്മ എനിക്കങ്ങനെ താങ്ങാൻ കഴിയും? മനസ്സിലോർത്തോണ്ട് മഹി അവൾ കഴിക്കുന്ന നോക്കിയിരുന്നു. കഴിച്ചു കഴിഞ്ഞില്ല മഹിയേട്ടാ? ഞാൻ ദേ തീർത്തു. ഒന്നുകൂടെ പറയട്ടെ ഗൗരി? അയ്യോ വേണ്ട, ഇനിയും കഴിച്ചാ എന്റെ വയറ് പൊട്ടിപ്പോകും. വാ, നമുക്ക് പോവാം. മഹിയും കഴിച്ചു കഴിഞ്ഞ് ഇരുവരും വീണ്ടും യാത്ര തുടർന്നു. കോളേജിലെത്തുമ്പോൾ 11 മണിയോട് അടുത്തിരുന്നു. പിന്നെ കുറച്ചു നേരം TC ഒക്കെ വാങ്ങി ഇറങ്ങുമ്പോൾ ലഞ്ച് ബ്രേക്കായി. ബെല്ല് കേട്ടതും കാറ്റുപോലെ അമ്മോ ഗൗരി നിൽക്കുന്നിടത്തേക്ക് എത്തി. ഗൗരി, നിനക്ക് സുഖാണോടി? നീലാതെ ഞാനിവിടെ എന്തോരം സങ്കടപ്പെടുന്നെന്ന് അറിയോ? എനിക്ക് പോയല്ലടി പറ്റൂ. മറ്റന്നാ മുതൽ ഞാനും എന്നറിയാത്ത കുട്ടികളുടെ കൂടെ കൂടും. ഇതൊക്കെ പറയുമ്പോ ഇരുവരും കരയുന്നുണ്ടായിരുന്നു. ചേട്ടായി വരുന്നില്ലേ? അമ്മോ, എന്നെ വിളിക്കോ? കാണാൻ വരികയോ ചെയ്തില്ലല്ലോ. വരുന്നില്ല ഗൗരി. ഫോൺ വിളിച്ചാൽ എപ്പോഴും സ്വിച്ച് ഓഫ് ആണ്. എവിടെയാണെന്നോ എന്താണെന്നോ അറിയില്ലല്ലോ. അറിയാമായിരുന്നെങ്കിൽ നമുക്ക് പോകാമായിരുന്നു. അതെ, രണ്ടാളെ സങ്കടം പറഞ്ഞു നിൽക്കാതെ വരാൻ നോക്ക്. നമുക്ക് ഫുഡൊക്കെ കഴിച്ച് ഗൗരിക്കുട്ടിയുടെ അമ്മയെ കാണാൻ പോകാം. പോകോ? ശരിക്കും എന്റെ വീട്ടിലേക്ക് പോകോ മഹിയേട്ടാ? പോകും. മഹി ഉറപ്പ് കൊടുത്തോടെ അമ്മു വീട്ടിൽ പോകാൻ അനുവാദം വാങ്ങാൻ സ്റ്റാഫ് റൂമിലേക്ക് ഓടി.
വീട്ടിലേക്കുള്ള വഴിയിലൂടെ കാർ പോകുമ്പോൾ ഗൗരിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷം തോന്നി. ആ സന്തോഷത്തോടെ ഇടയ്ക്കിടെ മഹിയെ നോക്കുന്നു, അമ്മുവിനോട് കലബില വെക്കുന്നു. ഇതൊക്കെ കാണേ മഹിയുടെ ഉള്ളിലും സന്തോഷം നിറഞ്ഞു. ഗൗരി, എടി ദേ അയാള്. സിധു ആളിന്റെ അവിടെ നോക്കടി. എന്തിനാമോ ഇപ്പോ എന്റെ മനസ്സിൽ നിന്നും ആ ഇഷ്ടം പൂർണ്ണമായും ഉണങ്ങിക്കരിഞ്ഞു തുടങ്ങി. ഇനി അത് തളർക്കില്ലടി. നിനക്ക് വിഷമമില്ലടി? ഇല്ല. എന്താന്നറിയോ, എന്റെ കല്ലുവിന് ആ ബന്ധം ഇഷ്ടമായിരുന്നില്ല. അതിനെ ഓർക്ക് പോലും ചെയ്തെന്ന് ഞാൻ എന്റെ അമ്മയ്ക്ക് വാക്കു കൊടുത്താണ്. രണ്ടാമത് എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഇവർക്കൊക്കെ വേണ്ടി ഗൗരിനെ ജീവിക്കണം. പഴയ പൊട്ട പ്രേമം ഓർത്തിരിക്കാതെ സ്ട്രോങ് ആയി പറയുമ്പോൾ ആ ശബ്ദം ഇടറിപ്പോയി. പക്ഷേ മഹി ഇതൊന്നും ആയിരുന്നില്ല ശ്രദ്ധിച്ചത്. സിദ്ധു എന്ന ഭാഗത്തേക്ക് അറിയാതെ പോലും ഗൗരിയുടെ നോട്ടം പോയില്ലേ എന്നുള്ളത് അതായിരുന്നു. പിന്നീട് അങ്ങോട്ട് അവന്റെ പെരുമാറ്റത്തിൽ അതിന് സന്തോഷം തെളിഞ്ഞു കാണുകയും ചെയ്തു. നിങ്ങൾ തന്നെ പോവുക മഹിയേട്ടാ? ഗൗരിയോട് ചോദിക്കും. അമ്മ നാളെ രാവിലെ പോയാലും മതി. രാവിലെ പോകാം മഹിയേട്ടാ. ഗൗരിയുടെ ശബ്ദത്തിൽ സന്തോഷം നിറഞ്ഞു. ആയിക്കോട്ടെ. വീടിന്റെ മുറ്റത്ത് കാർ നിർത്തിയ ഉടനെ ഗൗരി ഇറങ്ങി. അമ്മയുടെ കല്ലറ കെട്ടി സൂക്ഷ സ്ഥലത്തേക്ക് ഓടിച്ചെന്നു. അമ്മ ഗൗരി വന്നോട്ടോ. കല്ലുവിന്റെ പൊന്നൂട്ടി വന്നു. കാണുന്നുണ്ടോ അമ്മ? പൊന്നൂട്ടിയെ എനിക്ക് സന്തോഷമാണ്. ദേ മഹിയേട്ടൻ കണ്ടോ അമ്മ? പിന്നെ ആറ്റിങ്ങിലെ മുഴുവൻ വിശേഷങ്ങളും അവൾ അമ്മയോട് പറഞ്ഞു. ആ രാത്രി മഹേഷും ഗൗരിയും അമ്മുവിന്റെ വീട്ടിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. അമ്മ ഗൗരിയുടെ കൂടെ അവളെ വീട്ടിലേക്ക് വന്നു. രാത്രി കിടക്കാൻ മറ്റേ മുറിയിൽ മഹേഷും ആ രാത്രി കൂടെ പൊഴിഞ്ഞു പോകുമ്പോൾ ഗൗരി സന്തോഷവതിയായിരുന്നു. പിറ്റേന്ന് തിരികെ പോകാൻ ഇറങ്ങുമ്പോൾ അമ്മുവിന്റെ അമ്മയും അച്ഛനും അക്കുവും ഒക്കെ ഉണ്ടായിരുന്നു യാത്ര അയക്കാൻ. ഞങ്ങൾ ഇടയ്ക്ക് വരും ഗൗരിക്ക്. അവളുടെ അമ്മയെ കാണാനും അവിടുത്തെ അവളുടെ വിശേഷങ്ങൾ പറയാനും ഒക്കെയായി വരണം. ഓണത്തിന് ഞങ്ങളും അങ്ങോട്ട് വരുന്നുണ്ട്. സത്യാണോ? എല്ലാരും വരുമോ? വരും. പിന്നെന്താ, കുറച്ചു ദിവസം എല്ലാവർക്കും അവിടെ കൂടാം. അപ്പോ ഇനി നിൽക്കുന്നില്ല, ഇറങ്ങുവാണ്. മഹി കാറിലേക്ക് കയറി. ഗൗരി അമ്മുനെയും വീട്ടുകാരെയും നോക്കി ടാറ്റ കാണിച്ചുകൊണ്ട് കാറിലേക്ക് കയറി. കാർ മുന്നോട്ടെടുക്കുമ്പോൾ ഗൗരി തല വിളിയിട്ട് തന്റെ വീട്ടിലേക്ക് ഒന്നുകൂടെ നോക്കി. കല്ലിന്ന് ചിരിക്കുന്ന പോലെ തോന്നി ഗൗരിക്ക്. ഗൗരിക്കിപ്പോ സന്തോഷാണോ സങ്കടാണോ? രണ്ടുണ്ട് മഹിയേട്ടാ. നിങ്ങളൊക്കെ കൂടെ ഉള്ളത് സന്തോഷം. അമ്മീനി ഒരിക്കലും കാണില്ലെന്ന് ഓർമ്മ വരുമ്പോ സങ്കടം. എന്റെ കല്ല് പാവമായിരുന്നു മഹിയേട്ടാ. ഗൗരിയും പാവാണ്, ഒരുപാട് പാവം. ആണോ? ഒരു കുസൃതി ചിരിയോടെ ഗൗരി ചോദിച്ചു. ആണല്ലോ. അതേ കുസൃതിയുടെ മഹേഷും പറഞ്ഞു. ഇടയ്ക്ക് ഒരിടത്ത് ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് പൂരി മസാല നെയ് റോസ്റ്റ് പോലെ ഗൗരിയുടെ ഇഷ്ടവിഭവം അതും കഴിച്ച് മാളിൽ നിന്നും ഗൗരിക്ക് കോളേജിലിടാൻ പറ്റുന്ന വിധത്തിലെ ടോപ്പ്, ജീൻസ്, കുർത്തി, ലെഗിൻ പിന്നെ ഇന്നേഴ്സ് എടുക്കുമ്പോൾ ഗൗരിക്ക് വല്ലായ്മ തോന്നി. ഇതൊന്നും വേണ്ടായിരുന്നു മഹിയേട്ടാ, ഒത്തിരി കാശായില്ലേ? ഗൗരി വല്ലായ്മയോട് പറഞ്ഞു. ഗൗരി, ഇതൊക്കെ എനിക്ക് തോന്നി, ഞാൻ വാങ്ങിച്ചതാണ്. അതൊക്കെ നീയേ ജോലി കിട്ടുമ്പോ എനിക്ക് തിരികെ വാങ്ങി തന്നാ മതിയടി. ഒരു ചിരിയോടെ തന്നെ അവൾക്ക് വിഷമം തോന്നാത്ത വിധത്തിൽ മഹേഷും പറഞ്ഞു. തിരികെ എത്തുമ്പോൾ വൈകുന്നേരമായിരുന്നു. അതെ, അമ്മമ്മ വീട്ടിലുണ്ട്. രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പുറത്തേക്ക് പോകാം. ഇപ്പോ എന്റെ കൂടെ വാ, സാധനങ്ങളൊക്കെ പിന്നീട് എടുക്കാം. തലകുലുക്കി സമ്മതിച്ചുകൊണ്ട് നേരെ മഹേഷിന്റെ വീട്ടിലേക്ക് പോയി ഗൗരി. ആ വന്ന മോള്? ഇല്ലാത്തത് കൊണ്ട് വീടാകെ ഉറങ്ങിപ്പോയി മോളെ. ഗൗരിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മിനി പറഞ്ഞു. അപ്പൊ നാളെ ഗൗരി കോളേജിൽ പോകും, ഹോസ്റ്റലിൽ നിൽക്കും. അപ്പോ നിങ്ങളൊക്കെ എന്ത് ചെയ്യും? മഹേഷ് ചോദിക്കാൻ 3 പേരുടെയും മുഖം മങ്ങി. മോൾക്ക് ഇവിടുന്ന് പഠിച്ചൂടെ? രാവിലെ മഹി കൊണ്ടുവിടും, വൈകിട്ട് തിരികെ കൊണ്ടുവരും. കോളേജിന്റെ അടുത്തല്ലേ ഇവന്റെ ബാങ്ക്. അത് ഞാൻ എന്താ മിനിമ പറയുക? ശ്രീമ പറയട്ടെ. തൽക്കാലം കുറച്ചു ദിവസം ഗൗരി ഹോസ്റ്റലിൽ നിൽക്കട്ടെ, പിന്നീട് എന്താ വേണ്ടെന്ന് വെച്ച് നമുക്ക് ചെയ്യാം. അതുപോലെ മഹേഷേ. ടീച്ചർ ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ മഹി എന്ന് മോളി. എനിക്ക് കൊച്ചു വീട്ടിലില്ല എന്ന് ചിന്തിക്കാൻ പോലും വയ്യ. മിനിക്ക് എത്ര പറഞ്ഞിട്ട് സങ്കടം തീരുന്നില്ല. പിന്നീട് ആരും അതിനെപ്പറ്റി കൂടുതലൊന്നും പറഞ്ഞില്ല. രാത്രിയിലാണ് ഗൗരിയെ കൊണ്ടുപോകാനുള്ളതൊക്കെ എടുത്തു വെച്ചത്. മഹി വാങ്ങിക്കൊടുത്തതൊക്കെ എടുത്തു വെച്ചു. കിടക്കുമ്പോൾ താമസിച്ചു. ശ്രീയമ്മയുടെ ചൂട് പറ്റി കിടക്കുമ്പോൾ ഇനി എന്തെന്ന് ഇങ്ങനെ കിടക്കാൻ കഴിയുമെന്നോർത്ത് ഗൗരിക്ക് സങ്കടം തോന്നി. പിറ്റേന്ന് രാവിലെ ഇറങ്ങുമ്പോൾ പതിവ് പോലെ വസുവിന്റെ മുഖം വീർപ്പിച്ചെങ്കിലും ഗൗരി പോയി വരാമെന്നും പറഞ്ഞ് നേരെ മഹേഷിന്റെ വീട്ടിലെത്തി. മിനിമ, അച്ഛേ വിളിച്ചു കുവി ഗൗരി വീട്ടിലേക്ക് ഓടിക്കയറി വന്നു. വന്നോ അച്ഛയുടെ കാന്താരി പെണ്ണ്? ഞാൻ കാന്താരിയാണോ മിനിമ? ചെറുതായിട്ട് കാന്താരിയാണ്, കുറുമ്പത്തിയുമാണ്. മിനി അമ്മയുടെ പൊന്ന്. കൊഞ്ചിച്ചു പറഞ്ഞിട്ട് മിനി അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. കഴിച്ചിട്ട് പോകാം മാമി, ഞാനൊക്കെ റെഡിയാക്കി വെച്ചു. ഇപ്പൊ കഴിച്ചാലും ഒന്നും അങ്ങോട്ട് ഇറങ്ങില്ല മിനി. എന്റെ കുഞ്ഞ് പോകുന്നത് ഓർക്കുമ്പോ നല്ല പ്രയാസമുണ്ട് എനിക്ക്. പറയുമ്പോൾ ടീച്ചർ ശബ്ദം നേർത്തിരുന്നു. പോകാമോ ഗൗരി? എല്ലാം എടുത്തു വെച്ചില്ലേ? ഒന്നും മറന്നില്ലല്ലോ? മഹേഷ് ചോദിച്ചു കേട്ട് ഗൗരി തല കുളിക്കതേയുള്ളൂ. ദാ ഇതങ്ങോട്ട് കാറിൽ കൊണ്ടുപോയി വെക്കും മഹി. കൊച്ചിനുള്ള കാച്ചെണ്ണയും അച്ചാറും ഒക്കെ കുളിച്ചിട്ട് തലയൊക്കെ നന്നായി തുടയ്ക്കണേ. വെള്ളിയാഴ്ച മഹി വരും വിളിക്കാൻ. കോടങ്ങി പോന്നേക്കണം. പറഞ്ഞു തീരുമ്പോൾ മിനിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മിനിയെ കെട്ടിപ്പിടിച്ച് ഗൗരിയും വിതുമ്പി കരഞ്ഞു.
കൊച്ചിനെ കരയ്ക്കാതെ മിനി, അത് സന്തോഷത്തോടെ പോയിട്ട് വട്ടെ. ചിരിച്ച മുഖത്തോടെ യാത്രയ്ക്ക് വിറയ്ക്കുന്ന ശബ്ദത്തോടെ പറഞ്ഞിട്ട് മുഖം കുനിച്ചു മഹാദേവൻ. ഗൗരി പോയിട്ട് ഓടി വരാം കേട്ടോ അച്ഛേ. ആരും വിഷമിക്കേണ്ട, ഗൗരി പഠിക്കാനല്ലേ പോകുന്നേ? ചോദിക്കുമ്പോൾ സങ്കടം കൊണ്ട് കണ്ണു നിറഞ്ഞെങ്കിലും ആ ചുണ്ടിൽ ചിരിയായിരുന്നു. പിന്നെ കൂടുതൽ അവിടെ നിൽക്കാതെ വേഗം പോയി കാറിൽ കയറിയിരുന്നു ഗൗരി. ഞങ്ങൾ പോയിട്ട് വരാച്ചാ. അമ്മേ ശ്രദ്ധിക്കണേ. വിഷമിച്ചിരിക്കാതെ സന്തോഷമായിട്ടിരിക്കും. അവള് വെള്ളിയാഴ്ച ഇങ്ങെത്തില്ലേ, ദേ ഇന്ന് ബുധനായി. പിന്നൊന്നും പറയാതെ ടീച്ചറും മഹേഷും കാറിൽ കയറി. കാർ കോളേജ് ലക്ഷ്യമാക്കി പാഞ്ഞു. കോളേജിലെത്തിയ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഹോസ്റ്റലിൽ ചെന്ന് അവിടുത്തെ കാര്യങ്ങളുമൊക്കെ ചെയ്യാൻ ടീച്ചറെ ഒരു പഴയ സ്റ്റുഡൻ്റായ മായ ഹെൽപ്പ് ചെയ്തു. മായ കോളേജിൽ ഓഫീസർ വർക്കറാണ്. 117 നമ്പർ റൂമാണ് ഒരു കുട്ടിയുടെ കൂടെ. അതിന്ന് ക്ലാസ്സിൽ പോയെന്നും പറഞ്ഞു. ഗൗരി എന്നാ ഇനി കോളേജിൽ പോയിക്കോളും, ഇന്ന് മുതൽ ക്ലാസ്സിൽ കയറുവല്ലേ? മായ ടീച്ചറോട് ചോദിച്ചു. ആ അതെ, ഞങ്ങളും എങ്ങോട്ടുണ്ട്? കാർ കോളേജ് പാർക്കിങ്ങിലാണല്ലോ, മഹേഷ് പറഞ്ഞിട്ട് ഗൗരിയെ നോക്കി കണ്ണൊക്കെ ചുവന്നിരിപ്പുണ്ട്. വാ മഹേഷ്. ഗൗരിയുടെ കൈയും പിടിച്ച് മുന്നോട്ട് നടന്നു. എന്റെ മോളെ ഒന്ന് ശ്രദ്ധിക്കണേ മായേ. ഞാൻ നോക്കിക്കൊള്ളാം ടീച്ചറെ. ഇരുവരും സംസാരിച്ച് മഹേഷിന്റെയും ഗൗരിയുടെയും അരികിലെത്തി. അവിടെ ഇവിടെ കുട്ടികൾ നിൽക്കുന്നുണ്ട്. ക്ലാസ്സിന് സമയമാകുന്നേ ഉള്ളൂ. മഹിയേട്ടൻ ഇനി ശ്രീയമ്മയുടെ കൂടെ തിരിച്ചു പോവോ? ബാങ്കിൽ പോകട്ടെ? വേണ്ട, ഇന്ന് കൂടെ ലീവാണ്. ഞാനും കൂടെ വീട്ടിലില്ലെങ്കിൽ 3 ആളും കൂടെ ഇരുന്ന് വിഷമിക്കും. നീയും ഇനി ഒന്നും ഓർത്ത് വിഷമിച്ചിരിക്കരുത്. എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണം. ഞങ്ങൾ പോയിക്കോട്ടെ? പൊയ്ക്കോ, വെള്ളിയാഴ്ച വരുമല്ലോ. പിന്നെ വരാതെ. അതുവരെ ഞാൻ എങ്ങനെ പിടിച്ചു നിൽക്കും എന്റെ പൊന്നൂട്ടിയെ? മനസ്സിൽ ഓർത്തുകൊണ്ട് മഹി ആ മുഖം ഒന്നുകൂടെ ഹൃദയത്തിൽ പതിപ്പിച്ചു. കാറിൽ കയറി ഓടിച്ചു പോയി. ആ കാർ അകന്നു പോകുമ്പോൾ തന്റെ പ്രാണൻ പറഞ്ഞു പോകുന്നൊരു നോവ് തോന്നുന്നത് എന്തിനെന്ന് ഗൗരി അപ്പം മനസ്സിലായില്ല. രാത്രി കിടന്നിട്ട് മുറക്കം വരാതെ ഗൗരി എഴുന്നേറ്റിരുന്നു. അവൾക്ക് വല്ലാത്ത ഭയം തോന്നി. അമ്മയെ കാണാൻ തോന്നി. ഇല്ല, കാണാൻ കഴിയില്ല. തനിക്കിനി കല്ലൂനെ? അമ്മ. അവൾ അടക്കി പിടിച്ചു കരഞ്ഞു. ഗൗരി, എടോ കരയുവാണോ? എഴുന്നേറ്റേ, കരയാതെ. അലീനയാണ് ഗൗരിയുടെ റൂംമേറ്റ്. വയനാടുകാരിയാണ്. സെയിം ക്ലാസ് ആണ്. ഇന്ന് പരിചയപ്പെട്ടപ്പോൾ മുതൽ ഗൗരിയുടെ കൈ കോർത്ത് പിടിച്ച് കൂടെ നടക്കുമായിരുന്നു. ഗൗരി പ്ലീസ്, ഇങ്ങനെ കരയാതെ കാര്യം പറയടോ. എനിക്ക് എന്റെ അമ്മയെ കാണാൻ തോന്നും. അലീനയ്ക്ക് കണ്ണു നിറഞ്ഞു പോയി. അമ്മ മരിച്ചു പോയി നിന്ന് അലീനോട് ഗൗരി പറഞ്ഞതും. എന്നിട്ടിപ്പോ ഇങ്ങനെ കേൾക്കുമ്പോൾ ആകെ വിഷമം തോന്നിപ്പോയി. ഗൗരി നോക്കടോ, ദേ എന്നെ നോക്കിക്കേ. താൻ ഇങ്ങനെ കരഞ്ഞ് തന്റെ അമ്മ എങ്ങ് ദൂരെ ഇരുന്ന് സങ്കടപ്പെടില്ലേ? നമുക്ക് അവരെ കാണാൻ പറ്റില്ല, പക്ഷേ അവർക്ക് നമ്മളെ കാണാം, കേൾക്കാം എന്നൊക്കെയല്ലേ വിശ്വാസം. അപ്പോ ഈ കരച്ചിൽ അമ്മ കേൾക്കില്ലേ? അപ്പോ അമ്മയും കരയും. അതുകൊണ്ട് എന്റെ ഗൗരിക്കുട്ടി ഈ കരച്ചിൽ നിർത്തി സന്തോഷമായിട്ടിരിക്കും. ഇല്ലെങ്കിൽ നിന്നെ കുറിച്ച് മുന്നേ വിളിച്ചില്ലേ ഒരു ചേട്ടൻ? എന്താ പേര്? മഹിയേട്ടൻ. ആ ചേട്ടനെ വിളിച്ച് ഇത്തിരി സംസാരിക്കുക. അപ്പൊ ഈ സങ്കടം മാറും. ഞാനിപ്പോ വിളിച്ച മഹിയേട്ടൻ പേടിക്കോ? അത് എന്നോടാണോ ഒരു പെണ്ണെ ചോദിക്കുന്നേ? എന്തായാലും ഇപ്പോ 11 മണിയല്ലേ ആയുള്ളൂ. നീ വിളിച്ചു നോക്ക്, അപ്പൊ അറിയാലോ. ഒരു ചിരിയോടെ അലീന ഗൗരിയോട് പറഞ്ഞിട്ട് അവളുടെ കട്ടിൽ ചെന്ന് കിടന്നു. കുറച്ച് ഏറെ നേരം ആലോചിച്ചിട്ടാണ് ഗൗരി മഹിയെ വിളിച്ചത്. ഫസ്റ്റ് ബിൽ തന്നെ മഹി കോൾ എടുത്തു. മഹിയേട്ടാ. അടക്കി പിടിച്ചൊരു തേങ്ങനോടെ ഗൗരി വിളിക്കുക. മഹിയുടെ ഹൃദയം ഒന്ന് പെടഞ്ഞു. ഹലോ ഗൗരി മോളെ, എന്താടാ? ഒന്നുമില്ല മഹിയേട്ടാ, എനിക്ക് എന്റെ കല്ലുവിനെ കാണാൻ തോന്നി. അയ്യേ, മഹിയേട്ടന്റെ ഗൗരി വളരെ സ്ട്രോങ് ആണെന്നാ ഞാൻ കരുതിയത്. ഇതിപ്പോ എന്റെ കുഞ്ഞുവാവയാണല്ലോ. ആ, ഞാൻ മഹിയേട്ടന്റെ വാവയാണ്. പിന്നെയും എന്തൊക്കെയോ ഫോണിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. ഗൗരി ഉറക്കത്തിലേക്ക് വഴുതി വീഴും വരെ മഹി സംസാരിച്ചു. അവൾ ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോഴാണ് കോൾ കട്ടായത്. പിന്നെ ഉറങ്ങാൻ കിടന്നപ്പോൾ ഏകദേശം സമയം ഒന്നോടടുത്തിരുന്നെങ്കിലും ഹൃദയം സന്തോഷത്താൽ കുതിച്ചു ചാടുന്നത് അവൻ അറിഞ്ഞു. രാവിലെ ഗൗരി ഉണരുമ്പോൾ അലീന അവളെ തന്നെ നോക്കിയിരിപ്പായിരുന്നു. അലീന എന്തിനാ ഇങ്ങനെ എന്നെ തന്നെ നോക്കുന്നത്? അതോ മഹിയേട്ടന്റെ കുഞ്ഞുവാവയെ നോക്കിയതാണ്. എന്തേ നോക്കാൻ പാടില്ലേ? പോ അവിടുന്ന്. എനിക്ക് കളിയാക്കുന്നത് ഇഷ്ടമല്ല. നോക്കിക്കോ, മഹിയേട്ടൻ വരട്ടെ, പറയുന്നുണ്ട് ഞാൻ. പിണങ്ങി ബാത്റൂമിലേക്ക് കയറിപ്പോയവളെ കണ്ട് അലീന ചിരിച്ചുപോയി. രണ്ടാളും ഒരുമിച്ച് തന്നെയാണ് മെസ്സിലേക്ക് പോയത്. കല്ല് പോലുള്ള ഇഡലിയും വെള്ളം പോലെ ഒഴിച്ചാൽ ഓടുന്ന സാമ്പാറുമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. ഇത് കാണാൻ ഗൗരി അമ്മയും മിനിയമ്മയും രുചിയോടെ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം ഓർത്തുപോയി. ഗൗരി ആത്മാർത്ഥമായി കഴിക്കാൻ ശ്രമിച്ചെങ്കിലും ഒരെണ്ണത്തിൽ കൂടുതൽ കഴിക്കാൻ കഴിഞ്ഞില്ല. ഒട്ടും കൊള്ളില്ല അല്ലേ? അലീന ഇത്തിരി കൂടെ നല്ല ഫുഡ് ഉണ്ടാക്കാമായിരുന്നു. അതും പറഞ്ഞിട്ടങ്ങ് ചെയ്ത. എന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ വർത്തമാനവും പറഞ്ഞിരിക്കാതെ ഇരുവരും നേരെ കോളേജിലേക്ക് വിട്ടു. അന്ന് രാത്രി ഗൗരിയുടെ പഠിപ്പൊക്കെ കഴിഞ്ഞാണ് മഹി വിളിച്ചത്. അവൾ ഉറങ്ങുവോളം അവൻ സംസാരിച്ചു. അതിനുശേഷമാണ് അവനിന്ന് കോൾ കട്ട് ചെയ്തത്. അന്ന് രാവിലെ അലീന ഉണരും മുൻപ് ഗൗരി ഉണർന്നു. ഫ്രഷായി അലീന ഉണരുമ്പോൾ ഗൗരി റെഡിയാവുകയായിരുന്നു. നീ എന്താ നേരത്തെ എഴുന്നേറ്റത്? ഉറങ്ങിയില്ലടി രാത്രി? ഉറങ്ങിയല്ലോ, പക്ഷെ രാവിലെ ഉണർന്നു. അപ്പൊ പിന്നെ വേഗം റെഡിയാവാം. എന്നിട്ട് വെച്ച് ഇന്ന് നീയല്ലേ ഫസ്റ്റ് അടിക്കുന്നേ? അയ്യോടാ എടി, ഇതെന്താ ഈ ബാഗ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഇന്ന് വെള്ളിയാഴ്ചയാണെന്ന് നീ മറന്നു പോയടി അലീന മോളെ. അതിനെന്താ എടി പൊട്ടി, ഇന്ന് വൈകിട്ട് എന്റെ മഹിയേട്ടൻ വരും എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോവാൻ. അലീന പോകുന്നില്ലേ? ഇല്ല, അതൊത്തിരി ദൂരെയല്ലേ. നീ പോയിട്ട് വാ.
മണ്ടയല്ലേ വരൂ. മഹിയേട്ടൻ ബാങ്കിൽ വരുമ്പോ ഞാൻ കൂടെ വരും. പോയിട്ട് വാ. ഓക്കെ. അലീനെ കുട്ടി പോയി വേഗം റെഡി വാ. അലീനെ ഒന്ന് മോളിക്കൊണ്ട് ബാത്റൂമിലേക്ക് പോയി. പിന്നെ അങ്ങോട്ട് വൈകുന്നേരം ആവാനുള്ള കാത്തിരിപ്പിലായിരുന്നു ഗൗരി. വൈകിട്ട് ക്ലാസ് വിടത്തം അവൾ അലീനയുടെ കൈയും പിടിച്ച് ഹോസ്റ്റലിലേക്ക് ഓടി. ചായ പോലും കുടിക്കാതെ യൂണിഫോം മാറ്റി ഒരു കുർത്തിയും ലെഗിനും ഇട്ട് പിന്നെ ബാഗും എടുത്ത് പിടിച്ച് താഴെ വന്ന് കാത്തിരിപ്പ് തുടങ്ങി. ഇന്നാടി ഈ ചായങ്ങനെ കുടിക്ക്. അലീന തന്നെ മെസ്സിൽ ചെന്ന് ചായ എടുത്തുകൊണ്ടുവന്ന് ഗൗരിക്ക് കൊടുത്തു. എനിക്ക് വേണ്ടായിരുന്നടി, ഞങ്ങൾ പോകുന്ന വഴിക്ക് ബൂസ്റ്റ് ഇട്ട ചായ ഉണ്ട്, അത് കുടിക്കും. എനിക്കത് ഒത്തിരി ഇഷ്ടം. ഇപ്പം മണി എത്രയായി ഗൗരി? 4 ആണല്ലോ. അപ്പം മഹിയേട്ടൻ വരാൻ ഇനി സമയമുണ്ട്. അതുവരെ പിടിച്ചു നിൽക്കുന്ന ഈ ചായ അങ്ങോട്ട് കുടിക്കുവേണേ. ഓ കുടിച്ചോളാം. പിന്നെ ഒന്നും പറയാതെ ചായയും 2 ആരോ റൂട്ടിന്റെ ബിസ്ക്കറ്റും കഴിച്ച് ഗൗരി എന്നിട്ട് പിന്നെയും ഗേറ്റിലേക്ക് നോക്കിയിരിപ്പായി. വീട്ടിലേക്ക് പോകുമ്പോൾ ബസ് സ്റ്റോപ്പിലേക്കും ഗേറ്റിന്റെ അവിടേക്ക് ഓട്ടോയ്ക്ക് കാത്തൊക്കെ നിൽപ്പുണ്ട്. എന്റെ പൊന്നും ഗൗരി, ഇതെന്താടി നീ വന്നിട്ട് ഇത് 3 ദിവസമല്ലേ ആയുള്ളൂ? നിന്റെ വെപ്രാളം കണ്ടാൽ 3 വർഷം ആയതുപോലെ ഉണ്ടല്ലോ. അറിയില്ല, എനിക്ക് മഹിയണ്ണെ അച്ഛ അമ്മയെ ശ്രീയമ്മയൊക്കെ വല്ലാതെ മിസ് ചെയ്യുന്നു. പിന്നെ സൗമ്യ ചേച്ചിയുടെ വയറ്റിൽ കൈ വെച്ച് അനക്കം അറിയാൻ തോന്നും. അതൊക്കെ മാറണമെങ്കിൽ എനിക്ക് അവിടെ എത്തണം. ദേടി നിന്റെ മഹിയേട്ടൻ. അലീന പറഞ്ഞതും കാറ്റുപോലെ ഗൗരി പാഞ്ഞു ചെന്ന് മഹിയെ കെട്ടിപ്പിടിച്ചു. ആ നെഞ്ചിൽ മുഖം ചേർത്ത് നിന്നു. എന്താണ് ചെയ്യുന്നത് ഗൗരിക്കോ അവളെ അടർത്തി മാറ്റാൻ മഹിക്കോ കഴിഞ്ഞില്ല. പിള്ളേര് അവിടെ ഇവിടെയും ഒക്കെ നിന്ന് അടക്കി ചിരിച്ചു. മഹിയേട്ടോ, ഈ പെണ്ണിനെ വീട്ടിൽ നിർത്തി പഠിപ്പിക്കുന്നതാണ് നല്ലത്. അതെന്താടോ? ഇന്ന് രാവിലെ മുതൽ വഴിക്കണ്ണുമായി നിൽപ്പാണ് അവള്. നിങ്ങളെ ഓരോരുത്തരെയും അവൾക്ക് അത്രയേറെ മിസ് ചെയ്യുന്നു. അലീന ഇതൊക്കെ പറയുമ്പോഴും മഹിയുടെ നെഞ്ചോട് ചേർന്ന് ഗൗരിയും അവളെ തോളിൽ കൈ ചുറ്റി മഹിയിൽ നിന്നും. അലീനയോട് യാത്ര പറഞ്ഞ് കാറിൽ കയറുമ്പോൾ മഹി അലീനയെ നോക്കി കൈ വീശി. ഒപ്പം ഗൗരിയും